വലിയ താപനില ഉയരുന്നു എന്നുള്ള ഒരു സൂചന കൂടി വരുന്നുണ്ട്. മാത്രമല്ല ഈ വെയിൽ നേരിട്ട് ഏൽക്കുന്നത് ഒരുപാട് പ്രത്യാഘാതങ്ങൾ നമ്മുടെ സ്കിന്നിനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിന്ന് പുറത്തിറങ്ങുക എന്നുള്ളതാണ്. നമുക്കിനി മധ്യ കേരളത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അവിടെ നിന്ന് നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നത്. മധ്യകേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകുമ്പോൾ ഈ മുനമ്പം വഖഫ് ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ പലതവണ സിറ്റിംഗ് ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ കമ്മീഷന് മുന്നിൽ പരാതികൾ സമർപ്പിക്കാനുള്ള സമയം ഇന്നിപ്പോൾ അവസാനിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും പരാതികളൊക്കെ അതിൽ ഇന്നിപ്പോൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റൊന്ന് മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് യൂണിയന് മുന്നിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ സമരമുണ്ട്. അത് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ രാജിവെക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ കൂത്താട്ടുകുളം നഗരസഭയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യ ഹർജികൾ ഇന്നിപ്പോൾ കോടതിയിലെത്തുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. നിതിൻ, ഗുഡ് മോർണിംഗ്. നിതിൻ, ഇന്നിപ്പോൾ നമുക്ക് മുനമ്പത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വഖഫ് ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ പലതവണ സിറ്റിംഗ് നടത്തിയതും ആളുകളുടെ പരാതികളൊക്കെ കേട്ടതുമാണ്. ഇനിയുമുള്ള പരാതികൾ സമർപ്പിക്കാനുള്ള സമയം കൂടെ ഇന്ന് അവസാനിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിൽ നിന്ന് തുടങ്ങാം. തീർച്ചയായും ജിൽസി, ഈ മുനമ്പ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച കമ്മീഷനിൽ പരാതികൾ സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. നേരത്തെ 3 തവണ കമ്മീഷൻ സിറ്റിംഗ് നടത്തിയിരുന്നു. ഈ വഖഫ് ബോർഡ്, മുനമ്പം ഭൂസംരക്ഷണ സമിതി, വിവിധ സംഘടനകൾ എന്നിവരുടെയൊക്കെ പരാതികൾ ഈ കമ്മീഷൻ കേട്ടിരുന്നു. അതിനുശേഷം ഈ മറ്റാർക്കെങ്കിലും വ്യക്തിപരമായോ അല്ലെങ്കിൽ മറ്റു സംഘടനകൾക്കോ പരാതി നൽകാനുണ്ടെങ്കിൽ ആ പരാതി നൽകാനുള്ള സമയം 30-ാം തീയതി വരെ കമ്മീഷൻ നൽകിയിരുന്നു. ആ ദിവസമാണ് അവസാനിക്കുന്നത്. ഇന്നുവരെ എല്ലാ പരാതികളും കമ്മീഷൻ സ്വീകരിക്കും. അതിനുശേഷം വിശദമായ റിപ്പോർട്ട് 15-ാം തീയതിക്കകം സർക്കാരിൽ നൽകാനാണ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം ഈ ജുഡീഷ്യൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ വന്ന ഹർജിയിൽ ഈ ജുഡീഷ്യൽ കമ്മീഷന് അധികാരമില്ല, അല്ലെങ്കിൽ നിയമപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഈ ഹർജി വീണ്ടും തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ്. ഏതായാലും റിപ്പോർട്ട് വളരെ വേഗത്തിൽ തന്നെ സർക്കാരിൽ സമർപ്പിക്കാനാണ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. 15-ാം തീയതിക്ക് മുൻപ് വസ്തുതാപരമായ റിപ്പോർട്ടുകൾ കൃത്യമായ എല്ലാ വിശദാംശങ്ങളും ഉൾപ്പെടുത്തി സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും വാദങ്ങൾ കേട്ടുകഴിഞ്ഞുവെന്നും ശരിയായ കാര്യങ്ങൾ സർക്കാരിൽ സമർപ്പിക്കുമെന്നും കഴിഞ്ഞ ദിവസം തന്നെ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ വ്യക്തമാക്കിയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എറണാകുളത്ത് നിന്നുള്ളത്, അത് ചോറ്റാനിക്കരയിലെ ഈ പെൺകുട്ടിക്ക് അതിക്രൂരമായ മർദ്ദനമേറ്റ സംഭവമാണ്. അതിൽ പെൺകുട്ടിയുടെ അവസ്ഥ അല്ലെങ്കിൽ അതീവ ഗുരുതരമായി തുടരുകയാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിൽ ചികിത്സയിലുള്ളത്. തലച്ചോറിനടക്കം ഗുരുതരമായ പരിക്കുകളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ പ്രതി അനൂപിന്റെ മൊഴികൾ കൂടി പുറത്തുവിടുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടിയെ താൻ സ്ഥിരമായി ലഹരിക്ക് അടിമയാക്കിയിരുന്നു എന്നാണ് പോലീസിന് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുമായി തർക്കമുണ്ടായിരുന്നു, മുൻപും പലതവണ തർക്കമുണ്ടായിരുന്നു. മറ്റൊരു ആൺസുഹൃത്തുമായുള്ള ഈ പെൺകുട്ടിയുടെ ബന്ധം അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മറ്റൊരു സുഹൃത്തുമായുള്ള ബന്ധം ചോദ്യം ചെയ്ത് അത് തർക്കത്തിലേക്ക് പോവുകയും പിന്നീട് താൻ ഈ കുട്ടിയെ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പോലീസിന് ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി. ഇതിനെ തുടർന്ന് ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ താൻ ഈ ഷോൾ മുറിച്ചു മാറ്റി പെൺകുട്ടിയെ താഴെക്കിടത്തുകയും പിന്നീട് പേടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയുമായിരുന്നു എന്നാണ് ഈ പോലീസിന് അനൂപ് നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ ഈ മൊഴി പൂർണ്ണമായും വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ റിമാൻഡിലുള്ള അനൂപിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. അതിനുശേഷം തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളുണ്ടാകും. നിലവിൽ 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ ആണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. BNS 64, 109 എന്നീ 2 വകുപ്പുകൾ, അതായത് ബലാത്സംഗം ഒപ്പം കൊലപാതക ശ്രമം എന്നീ 2 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഇയാൾക്കെതിരെ നിലവിൽ ചുമത്തിയിട്ടുള്ളത്. കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പിന്നീട് തീരുമാനിക്കും. നേരത്തെ ഈ പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴി പോലീസ് എടുത്തിരുന്നു. ഇയാളുടെയും ഈ പ്രതി അനൂപിൻ്റെയും ഒപ്പം ഈ പെൺകുട്ടിയുടെയും സുഹൃത്തുക്കളുടെ മൊഴി പോലീസ് എടുക്കും. കൂടുതൽ വിശദമായ അന്വേഷണത്തിൽ പോകാനാണ് പോലീസിന്റെ ശ്രമം. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ പെൺകുട്ടി ഇപ്പോഴും അതീവ ഗുരുതരമായി വെന്റിലേറ്ററിൽ തുടരുന്നാൽ തന്നെ ഈ പെൺകുട്ടിക്ക് ബോധം വന്നിട്ടില്ല. അതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ മൊഴി എടുക്കാനാവാത്തതിൻ്റെ ഒരു പ്രശ്നം പോലീസിനുണ്ട്. മൊഴിയെടുത്താൽ മാത്രമേ കൂടുതൽ ഒരു വ്യക്തതയിലേക്ക് ഈ ആൺസുഹൃത്ത് പറഞ്ഞ അല്ലെങ്കിൽ പ്രതിയായ അനൂപ് പറഞ്ഞ കാര്യത്തിൽ കൂടുതൽ വ്യക്തത പോലീസിന് വരികയുള്ളൂ. ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ താൻ ഷോൾ മുറിച്ചിട്ടതാണെന്ന് പറഞ്ഞ വാദം, ആ മൊഴി പോലീസ് ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ അതിൽ ഈ പെൺകുട്ടിയുടെ കൂടി ഒരു മൊഴിയെടുത്താൽ മാത്രം അതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അപ്പോൾ പെൺകുട്ടിക്ക് ഈ ബോധം വരാത്തത് പോലീസിന് പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ വലിയ തടസ്സമായിട്ടുണ്ട്. ഏതായാലും കൂടുതൽ വിശദമായ അന്വേഷണത്തിൽ പോലീസ് കടക്കുകയാണ്. അതിക്രൂരമായാണ് ഈ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. ശരീരമാസകലം ആക്രമിക്കപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ പാടുകളുണ്ടായിരുന്നു. കയ്യിൽ ഒരുപാട് മുറിവുകളുണ്ടായിരുന്നു. ഈ മുറിവുകൾ പലതും ഉറുമ്പരിച്ച
മരിച്ച നിലയിലായിരുന്നു ഈ പെൺകുട്ടിയെ കണ്ടെത്തപ്പോൾ കണ്ടുകഴിയുന്നു. ഒപ്പം തന്നെ കഴുത്തിൽ ഷാൾ മുറുക്കിയതിൻ്റെ പാടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കിടക്കുകയാണ്. മറ്റ് പ്രധാനപ്പെട്ട പരിപാടികൾ മധ്യകേരളത്തിൽ നിന്നുള്ളത് രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനം രാവിലെ 11 മണിക്ക് ആലപ്പുഴയിലുണ്ട്. കോട്ടയത്ത് നോക്കുകയാണെങ്കിൽ PC ജോർജിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് അവിടെ കോടതി പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തൃശ്ശൂരിലെ ഡി-സോൺ കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ ഒരുപക്ഷെ അവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ വിവിധ കോളേജുകളിൽ KSU SFI സംഘർഷമുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ വന്നേക്കാം. ഒപ്പം സ്പീക്കർ AN ഷംസീറിൻ്റെ വിവിധ പരിപാടികളും എറണാകുളം ജില്ലയിൽ നടക്കുന്നുണ്ട്. ജിൽസി.